ഹലോ, ഇത് കർണാടകത്തിൻ്റെ ഒരു സ്പെഷ്യൽ രസമാണ് കേട്ടോ. ഇതിൻ്റെ പേര് തിളി രസം എന്നാണ്. ഇത് ഉണ്ടാക്കുന്നത് നമ്മുടെ തുവരപ്പരിപ്പില്ലേ, സാമ്പാർ പരിപ്പ്, അത് വേവിച്ചെടുത്ത വെള്ളമില്ലേ, അത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പരിപ്പ് നമ്മളെടുത്തിട്ട് വേവിച്ചിട്ട് പരിപ്പ് എടുത്തിട്ട് അതിന് സ്വീറ്റ് ഉണ്ടാക്കും. അപ്പോൾ അതിൻ്റെ രസം എടുത്തിട്ട് ഇതുപോലെ തിളി രസം ഉണ്ടാക്കും. സൂപ്പറാണ്, മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു പാനിലേക്ക് കുറച്ച് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുരുമുളക്, ജീരകം, ഉലുവ, കടുക്, മല്ലി ഉണ്ടെങ്കിൽ മല്ലി ചേർത്ത് കൊടുക്കുക. ഞാൻ മല്ലി ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. ഉണക്കമുളക് ഇല്ലാന്നുണ്ടെങ്കിൽ മുളക് പൊടി ചേർത്താലും മതി. ഇതെല്ലാം കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കായവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് പൊടിച്ച് മാറ്റി വെക്കുക. ഇനി ഞാൻ രസം ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് കുറച്ച് ജീരകം കൂടി ഇട്ട് പൊട്ടിച്ചതിന് ശേഷം 2 പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും 2 തക്കാളിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ്. നന്നായിട്ടൊന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് ഉടഞ്ഞ് ആ തക്കാളി നല്ല ഉണക്കൊന്ന് ഉടഞ്ഞ് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ കുറച്ച് പുളി, നമ്മുടെ പിഴിപുളിയില്ലേ, അത് പിഴിഞ്ഞിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കുന്നു. 2 ടേബിൾ സ്പൂൺ മതിയാവുമേ. അപ്പോൾ ഇനി ഇതെല്ലാം ചേർത്തതിന് ശേഷം ഞാൻ ആ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് പൊടിച്ചപ്പോൾ തോനെയുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2.5 ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ ഇതിനകത്തിലേക്ക്. അപ്പോൾ ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ആ വേവിച്ചെടുത്തിരിക്കുന്ന ചാറില്ലേ, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായിട്ട് കുറച്ചാണ് ആദ്യം ചേർത്തത്. ഇനി നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് ബാക്കി വെള്ളവും ആ പരിപ്പിൻ്റെ ചാറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് സൈഡിൽ നിന്നെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി മൊത്തത്തിൽ ഇതൊന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. അരപ്പ് മൊത്തം ഇതിനകത്തിൽ വന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ കുറച്ച് ശർക്കര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അത് ബാലൻസ് ആവാൻ വേണ്ടിയാണ് ആ ടേസ്റ്റ് ഒന്ന്. ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടിയും കുറച്ചധികം മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ ഇത് നല്ല മണവും നല്ല ടേസ്റ്റുമാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റായിട്ട് കൂടി തരണം. ഇതുപോലൊരു സിമ്പിൾ റെസിപ്പിയുമായി അടുത്ത ദിവസം കാണുന്നത് വരെ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.